Hello students, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് ടേംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊന്നാമത്തത് പ്രൊപ്രൈറ്ററാണ്, രണ്ടാമത്തത് ബിസിനസ്, പിന്നെ ട്രാൻസാക്ഷൻ, ഡ്രോയിങ്സ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, കമ്മീഷൻ, എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെൻസ്. അടുത്ത് നമ്മൾ പോകുന്നത് അടുത്ത ടേമിലേക്കാണ് അക്കൗണ്ട്. A summarized record of transaction relating to a person or a thing is called an account. അതായത് ഒരു ആളുമായോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെട്ട ട്രാൻസാക്ഷൻ്റെ ചുരുക്കരൂപം, അതാണ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക. ഈച്ച് അക്കൗണ്ട് കീപ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് എ സ്പെസിഫിക് ടോപ്പിക് ഓൺലി. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഒരു അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. For example, all cash transactions would be recorded in an account called cash account. Cash അക്കൗണ്ടിൽ ആകെ നമ്മൾ കാണിക്കുക ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു പെർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആ ഒരു അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അടുത്തത് ഡെബ്റ്റർ അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ. എ പേഴ്സൺ ഹു ഓസ് മണി ടു അനദർ ഈസ് ഡെബ്റ്റർ. മറ്റുള്ള ഒരാൾക്ക് പണം കൊടുക്കാനുള്ള ആൾക്ക് പറയുന്ന പേരാണ് ഡെബ്റ്റർ. അടുത്ത ആൾ ക്രെഡിറ്ററാണ് അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ. എ പേഴ്സൺ ഹു പേസ് ഔട്ട് സംതിങ് ഓർ ടു ഹൂം മണി ഈസ് ഓയിങ് ഈസ് ക്രെഡിറ്റർ ഓർ അക്കൗണ്ട് പേയബിൾ. ആർക്കാണ് പണം കിട്ടാനുള്ള ആൾ, അയാൾക്ക് പറയുന്ന പേരാണെന്ത് ക്രെഡിറ്റർ. അടുത്തത് അസറ്റ്സ്. എൻ അസറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാല്യൂ ഓൺഡ് ബൈ എ ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടികൾക്ക് പറയുന്ന പേരാണെന്ത് അസറ്റ്സ്. ഫിസിക്കൽ ഒബ്ജക്ട്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ റൈറ്റ് സച്ച് ആസ് മണി, അക്കൗണ്ട് റിസീവബിൾ, മെർക്കൻഡൈസ്, മെഷീനറി എക്സെട്ര. അത് ഒരുപാട് ടൈപ്പ് ഇതിൽ വരാം. ഫിസിക്കലായിട്ട് കാണുന്നത് വരാം, അല്ലാത്തതും നമുക്ക് എന്തായിട്ട് വരാം, ചില റൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്തിനായിട്ട് നമുക്ക് കൂട്ടാം, അസറ്റ്സിലേക്ക് കൂട്ടാം. അസറ്റ്സ് ആർ ജനറലി ലിസ്റ്റഡ് ഓൺ എ ബാലൻസ് ഷീറ്റ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഇൻ വിച്ച് they can be easily converted into cash. പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ബേസിൽ ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, അസറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. എന്നുവെച്ചാൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്നത് ആദ്യം, പിന്നെ വളരെ പ്രയാസമുള്ളത് പിന്നീട്. ആ രീതിയിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് ഓർഡർ ചെയ്യാം. അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റിൽ അസറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ലയബിലിറ്റീസ്. They are the debt due by a business to its proprietor and others. ബിസിനസ്സിൻ്റെ ഓണേഴ്സിനും മറ്റുള്ള ആളുകൾക്കും ബിസിനസ് നൽകാനുള്ള ഇതിനെ പറയുന്ന പേരാണ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകൾ എന്ന് പറയുന്നത്. അത് ബിസിനസ് ഒന്നുകിൽ ഓണേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ നൽകാനുള്ള എമൗണ്ട്, അതിനെ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. അടുത്തത് വൗച്ചർ. Any written evidence in support of a business transaction is called a voucher. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ തെളിവായിട്ട് കാണിക്കുന്ന എന്ത് എവിഡൻസും അതിന് പറയുന്ന പേരാണെന്ത് വൗച്ചർ. When a bundle of paper is bought from a stationery merchant, he gives a cash memo. നമ്മൾ സപ്പോസ് ഒരു ബണ്ടിൽ പേപ്പർ വാങ്ങിച്ചു എങ്കിൽ നമുക്ക് അതിൻ്റെ മെർച്ചൻ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്യാഷ് മെമ്മോ തരും. എ ക്യാഷ് മെമ്മോ ഈസ് എ വൗച്ചർ ഫോർ ദ പേയ്മെൻറ്റ് വിച്ച് വെൻ വേജസ് ഫോർ ദ മന്ത് ഈസ് ആർ പെയ്ഡ് ദ പേഴ്സൺ റിസിപ്റ്റ് ടേക്കൺ ഫ്രോം ഹിം ദ റിസിപ്റ്റ് സേർവ്സ് ആസ് എ വൗച്ചർ ഫോർ ദ പേയ്മെൻറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് വേജ് നൽകിയാൽ അയാൾ നമുക്ക് എന്ത് ചെയ്യും, റിസിപ്റ്റ് അതിൻ്റെ തരും. അത് രണ്ടും ഈ പറഞ്ഞ ക്യാഷ് മെമ്മോ റെസിപ്റ്റും അതൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ട്രാൻസാക്ഷൻ്റെ വൗച്ചറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ട്രാൻസാക്ഷൻ നടന്നതിന് തെളിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് റിട്ടേൺ എവിഡൻസും അതിന് പറയുന്നവരാണ് വൗച്ചർ. അടുത്തത് ഗുഡ്സ് ഓർ മെർക്കൻഡൈസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മെർക്കൻഡൈസ് കമ്മോഡിറ്റീസ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദ ബിസിനസ് ഫോർ സെല്ലിംഗ്. വിൽക്കാനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ബിസിനസ് വാങ്ങിക്കുന്ന ഏത് സാധനങ്ങളും അതിന് പറയുന്ന പേരാണ് എന്ത് ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ്. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനം വാങ്ങിച്ചു,
അപ്പോൾ സപ്പോസ് ഒരു റീറ്റെയിലറാണ്, നമ്മൾ ഹോൾസെയിൽ നിന്ന് സാധനം വാങ്ങിച്ചു, നമുക്ക് ഉപയോഗിക്കാനല്ല, നേരെ മറിച്ച് അത് വിൽക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച ആ സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഗുഡ്സ്. അടുത്ത സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി. ഗുഡ്സ് ഓർ മെർക്കൻഡൈസ് ഓൺ ഹാൻഡ്, ദാറ്റ് ഈസ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് ഈസ് കോൾഡ് സ്റ്റോക്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓർ ഇൻവെൻട്രി. നമ്മളങ്ങ് വിൽക്കാൻ വാങ്ങിച്ച് വെച്ച സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത്, വിൽക്കാതെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുമല്ലെങ്കിൽ ഇൻവെൻറ്ററി. നമ്മൾ വാങ്ങിച്ച എല്ലാം പെട്ടെന്ന് നമുക്ക് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്ത് നമ്മുടെ കയ്യിൽ അതുണ്ടാവും, വിറ്റ് തീർന്നത് വരെ. അത്രയും കാലത്ത് അതിന് പറയുന്ന പേരാണ് സ്റ്റോക്ക്. അടുത്ത ടേം ഇക്വിറ്റി. എ ക്ലെയിം വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് അഗെയിൻസ്റ്റ് ദ അസറ്റ്സ് ഓഫ് ദ ഫേം ഈസ് കോൾഡ് ഇക്വിറ്റി. ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവകാശം, അതിനെ പറയുന്ന പേരാണ് ഇക്വിറ്റി. ഇൻ അതർ വേർഡ്സ്, ദ റൈറ്റ്സ് ടു പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഇക്വിറ്റീസ്. എന്നൊന്നൊരു മാറ്റം പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റ്സിൻ്റെ മുകളിലുള്ള ആ റൈറ്റ്സ്. ഇക്വിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്. മെയിനായിട്ട് രണ്ട് രീതിയിൽ ഇക്വിറ്റീസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ദ റൈറ്റ് ഓഫ് ക്രെഡിറ്റർ, അതായത് ബിസിനസ് കടം കൊടുക്കാനുള്ള ആളുകളുടെ റൈറ്റ്. ആൻഡ് ദ റൈറ്റ് ഓഫ് ഓണറിൻ്റെ റൈറ്റ്, അതായത് ബിസിനസ്സിൻ്റെ ഓണറിൻ്റെ അവകാശം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കടക്കാർക്കുള്ള അവകാശം. ദ ഇക്വിറ്റീസ് ഓഫ് ക്രെഡിറ്റർ റെപ്രസെൻറ്റ്സ് ഡെബ്റ്റ് ഓഫ് ദ ബിസിനസ് ആർ കോൾഡ് ലയബിലിറ്റീസ്. ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റേഴ്സിൻ്റെ ഇക്വിറ്റീസ്, അതിന് പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ദ ഇക്വിറ്റീസ് ഓഫ് ദ ഓണർ ആർ കോൾഡ് ക്യാപിറ്റൽ, പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി. നേരെ മറിച്ച് ഓണറിൻ്റെ ഇക്വിറ്റി, അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ, പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി. അത് ചുരുക്കി പറഞ്ഞ ഇക്വിറ്റി എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ മുകളിലുള്ള അവകാശമാണ്. അത് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഓണറിൻ്റെ അവകാശം, അതല്ലെങ്കിൽ ക്രെഡിറ്ററിൻ്റെ അല്ലെങ്കിൽ കടക്കാരുടെ അവകാശം. അടുത്തതായി ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇസ് ഓൾസോ കോൾഡ് നെറ്റ് വർത്ത്. എന്ന് പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് വർത്ത്. ഈസ് എസെൻഷ്യലി ദ എമൗണ്ട് അവൈലബിൾ ടു ദ ഓണേഴ്സ് വിച്ച് വുഡ് ബി ലെറ്റ് ഓവർ if you paid everyone the company owes money to. If there are no business liabilities, the capital, net worth or owner equity is equal to total amount of the assets of the business. അതായത് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊണ്ടുവരുന്ന ആ എമൗണ്ട്, അതിന് പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ലയബിലിറ്റി, നെറ്റ് വർത്ത്, ഇക്വിറ്റി, ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അക്കൗണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. സെക്കൻഡ് ഡെപ്റ്റർ അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ. നെക്സ്റ്റ് ക്രെഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ. അസറ്റ്സ്. നെക്സ്റ്റ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് വൗച്ചർ. നെക്സ്റ്റ് ഗുഡ്സ് ഓർ മെർക്കൻഡൈസ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി. പിന്നെ ഇക്വിറ്റി. ലാസ്റ്റ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത്.